ഹായ് ഓൾ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മാർക്കറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് ഒരു ബിയറിഷ് തന്നെയാണ് നമ്മൾ ഷോർട്ട് ടൈമായിട്ട് എക്സ്പെക്ട് ചെയ്തിരുന്നത്. അപ്പോൾ വലിയൊരു ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ആയത്. അതിനുശേഷം ആ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ ശ്രമിക്കുന്നു. പ്രീവിയസ് ഡേയുടെ ക്ലോസ് ടെസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം പതുക്കെ പതുക്കെ റിജക്ഷൻ അടിച്ച് താഴെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ലെവൽ ടാർഗറ്റാണ്. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് വീണ്ടും ഒരു പുതിയ ഹൈ വരാനുള്ള ചാൻസസ് ആണ് നമ്മൾ കണ്ടിരുന്നത്. ഓക്കെ, പക്ഷെ അത് നല്ലൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആയതുകൊണ്ട് ആ ഒരു ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് പ്രീവിയസ് ഡേയുടെ ക്ലോസിംഗ് ലെവലൊക്കെ എല്ലാ ഓർഡേഴ്സും എടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിയറിഷ് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ക്ലിയർ ആയിട്ടുള്ളൊരു ഇൻഡിക്കേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. ഓക്കെ, നമുക്കിവിടെ ഓർഡർ ബ്ലോക്സോ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ളൊരു പാറ്റേണോ ഒന്നും ഇതുവരെയും ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടെ നമുക്കൊരു ഇംബാലൻസ് ഉണ്ട്. ആ ഇംബാലൻസ് ഓൾറെഡി ടെസ്റ്റ് ചെയ്തു. അത് ഇൻഡ്യൂസ് ചെയ്തു. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ അവിടെ ഒരു ലിക്വിഡിറ്റി എടുക്കാനുള്ള ചാൻസും കാണുന്നുണ്ട്. അതായത് ഈ ഒരു ലെവലിൽ നമുക്ക് ആ ഒരു ഇംബാലൻസ് വെച്ച് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ട്. മൂവിങ് ആവറേജ് മിനിമം 1:2 ഈ ഒരു പ്രീവിയസിലോ. ഓക്കെ, ഈ ഒരു ലെവലിലേക്ക് നമുക്ക് ടാർഗറ്റ് എടുക്കാം ഈ ഒരു ഇൻഡ്യൂസ്മെന്റ് കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഒരു ആക്യുറേറ്റ് ആയിട്ടത് ഞാനൊരു പുട്ട് ഓപ്ഷൻ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടിട്ടുണ്ട്. പുട്ട് ഓപ്ഷൻ ഒരു സപ്പോർട്ട് ലെവലിലാണ്. ഓക്കെ, ഇത് ഇൻഡ്യൂസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ യെസ്, ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും ടാപ്പിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ലെവൽ ഇത്തിരി റിസ്ക്കിയാണ്. ഓൾറെഡി ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കറന്റ് നമുക്ക് നല്ല ലെവൽസ് ഒന്നും വന്നിട്ടില്ല. ആകെയുള്ളത് ഈ ഒരു ലെവലാണ്. ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് കഴിഞ്ഞ് പെട്ടെന്ന് റിട്ടേൺ വരണ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലെവലിൽ ട്രേഡ് നോക്കാം. പക്ഷെ അതിനുള്ളൊരു കൺഫർമേഷൻ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, പക്ഷേ പെർഫെക്റ്റ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണോ എന്ന് വെച്ചാൽ ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ല. ഓക്കെ, ഇതാ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യണം. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയാൻ പറ്റുള്ളൂ. ബട്ട് ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ ആണെങ്കിൽ ഈ ഒരു ലെവലിൽ ഇൻഡ്യൂസ്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ വേണമെങ്കിൽ ഒരു ട്രേഡ് നോക്കാന്നല്ലാതെ ഒരു കൺഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല. നമ്മുടെ മൂവിങ് ആവറേജിന്റെ ലെവലിൽ ഇപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടൊരു റിജക്ഷൻ ഒക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ലെവലാണ് ഇപ്പോൾ ഷോർട്ട് ടൈം ആയിട്ട് 1 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു റെസിസ്റ്റൻസ് ആയിട്ട് കാണാൻ പറ്റാം. ക്ലിയർ ആയിട്ടുള്ളൊരു വ്യൂ ഇതുവരെ കിട്ടിയിട്ടില്ല. നമുക്ക് എന്തായാലും ക്ലിയർ ആയിട്ടുള്ളൊരു വ്യൂ കിട്ടാനായിട്ട് എന്തായാലും വെയിറ്റ് ചെയ്യാം. അതായിരിക്കും നല്ലത്. ഓവർ ബിയറിഷ് ആയിട്ട് താഴെ വരാനുള്ള ചാൻസ് തന്നെയാണ് നമ്മൾ മാർക്കറ്റിൽ കാണുന്നത്. ഓപ്ഷനൊക്കെ ആഡ് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടൊന്നും നല്ലപോലെ നോക്കാം. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ഉണ്ടാകും. ബാങ്ക് നിഫ്റ്റി അതെ സെയിം നിഫ്റ്റിയുടെ അതേ ഒരു, പക്ഷെ നിഫ്റ്റിയുടെ അത്രയും ഗ്യാപ്പ് ഡൗൺ ഒന്നും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു ഡൗൺ സൈഡ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു. പ്രീവിയസ് ഡേയുടെ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഒരു സൈഡ് വേസ് ആണ് കണ്ട. അടിയിലും റിജക്ഷൻ, മുകളിലും റിജക്ഷൻ. അതായത് ഇതൊരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എല്ലാ ക്യാൻഡിൽസും റിജക്ഷൻസ് ഉള്ള ക്യാൻഡിൽസ് ആണ്. അതും സൈഡ് വേസ് ആയിട്ടാണ് പോണത്. അപ്പോൾ ആ ഒരു സമയത്ത് അവർ അവിടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ലിക്വിഡിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ ലിക്വിഡേറ്റ് ആയി പോകും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലിൽ മാക്സിമം ട്രേഡ് എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ക്ലിയർ ആയിട്ടുള്ളൊരു ഇൻഡിക്കേഷൻ കിട്ടുന്നത് വരെ. സ്റ്റിൽ നമ്മൾ പുട്ട് ഓപ്ഷനാണ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ചെറിയൊരു ഫോളാണ്. നമ്മുടെ ആ ഒരു പ്രീവിയസ് അനാലിസിസ് വെച്ചിട്ടുള്ള ആ ഒരു സെയിം ലെവലിലേക്കുള്ള ഫോളാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ അപ്ഡേറ്റ് എന്തായാലും ചെയ്യാം നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ.
മാർക്കറ്റ് നല്ല രീതിയിൽ സൈഡ് വൈസ് എന്ന് പറഞ്ഞാൽ വലിയൊരു മൂവ്മെൻറ്റ് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഈ ഒരു ലെവലിൽ നിന്ന് എന്തായാലും നമുക്ക് ഇതൊരു റിസ്കി ട്രേഡാണ്. അത് നല്ലൊരു ലെവൽസ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ചെറിയൊരു ലിക്വിഡിറ്റി സോണൊക്കെ കണ്ടുപിടിച്ചിട്ട് ഒരു ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ട്രേഡ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ലെവൽ തന്നെ ആയിരുന്നു. അവിടെ നമുക്ക് അതായത് ഞാൻ ഈ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ. ഈ ഒരു ലെവലിൽ ഞാൻ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു. പിന്നെ അതിന് ശേഷമാണ് ഞാനിവിടെ ഒരു ഓർഡർ ബ്ലോക്കും സെറ്റ് ചെയ്ത് ശ്രദ്ധിച്ചത് ട്രേഡ് എടുത്തതിന് ശേഷം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അതിനനുസരിച്ച് ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്തു. ഓക്കെ, അതായത് ട്രേഡ് എടുത്തൊരു ഏരിയ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു ലെവലിലാണ് ഞാൻ ട്രേഡ് എടുത്തത്. ഈ ഒരു മൂവ്മെൻറ്റ് കഴിഞ്ഞ് പൊങ്ങുന്ന നേരത്താണ് ഞാൻ ട്രേഡ് എടുത്തത്. ട്രേഡിൻ്റെ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, ഈ ഒരു ലെവലല്ല, ഈ ഒരു ലെവലിലാണ് ഞാൻ ട്രേഡ് എടുത്തത്. 105.40 എൻ്റെ എൻട്രി, 105.40. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവൽ സ്റ്റോപ്പ് ലോസ് ഇടാന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ ട്രേഡ് എടുത്തത്. പിന്നീട് മനസ്സിലായത് എന്തായാലും ഒരു ലിക്വിഡിറ്റി സോൺ ആക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഈ ഒരു ട്രെൻഡിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയ ഈ ഒരു ലെവലിലേക്ക് ഞാൻ സ്റ്റോപ്പ് ലോസ് മാറ്റി. ഓക്കെ, ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയിൽ 98.60 സ്റ്റോപ്പ് ലോസ് കിട്ടും. ഈ ഒരു സംഭവം ഇവിടെ, അതായത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ടച്ച് ചെയ്യാനും സാധ്യതയുണ്ട്, അല്ല ഇവിടുന്ന് കയറി പോകാനും ചാൻസ് ഉണ്ട്. ഇത് താഴെ റിജക്ഷനും നല്ല സ്ട്രോങ് ക്യാൻഡിൽസ് ഒക്കെ കണ്ട സ്ഥിതിക്ക് ഞാൻ ഈ ഒരു 105.40 ലെവലിൽ ഇവിടെ ട്രേഡ് എടുത്തു. ഓക്കെ, പക്ഷെ അത് ഇത്തിരി എടുത്തുചാടലായി പോയി ആ ഒരു ട്രേഡ്. ബട്ട് സ്റ്റിൽ ആ ഒരു റിസ്കി ട്രേഡാണ്, റിസ്കി സെറ്റപ്പാണ് നമുക്കറിയാം. അപ്പോൾ സ്റ്റോപ്പ് ലോസ് നമ്മൾ പക്കായിട്ട് ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. 98 സ്റ്റോപ്പ് ലോസ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ട്രേഡ് എടുത്തു. ഓക്കെ, അതിനുശേഷം അത് സൈഡ് വേസ് നിന്ന് ലാസ്റ്റ് കുറച്ച് നേരം ലോസിലൊക്കെ ഇരുന്നപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ സ്റ്റോപ്പിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഓൾമോസ്റ്റ് സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്ത് വരെ ഇത് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തായാലും സ്റ്റോപ്പ് ലോസ് ആണ്. ബട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചാലും നമുക്ക് കുഴപ്പമില്ല, നമ്മൾ ക്വാണ്ടിറ്റി കുറച്ചാണ് ഇറങ്ങിയേക്കുന്നത് റിസ്ക് ഉള്ള കാരണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലിൽ ഇത് സ്റ്റോപ്പ് ലോസ് അടിക്കാതെ ഈ ഒരു റേഞ്ചിലേക്ക് വന്നു. ഒറിജിനൽ മെയിൻ ആയിട്ടുള്ള എൻ്റെ ഒരു ടാർഗറ്റ് ഈ പ്രീവിയസ് ഹൈ ടെസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ക്യാൻഡില് ഇവിടെ നോക്കിയാൽ ഇവിടെ ഓർഡർ എടുത്തു, അതിനുശേഷം താഴെ വന്നു. ഇതൊരു റിസ്കി സെറ്റപ്പാണ്. അതിൻ്റെ നേരെ ഇത് മുകളിലേക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു നമ്മൾ ഈ ഒരു അനാലിസിസിൽ. പക്ഷെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടേക്കുന്നത് എവിടെയാണ്? നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് ട്രേഡ് ചെയ്തേക്കുന്നത് ഓപ്ഷൻസിൽ ഇവിടെയാണ്. നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് ട്രേഡ് നോക്കാം. നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നമുക്ക് ഈ ഒരു അനാലിസിസിന് വെയിറ്റ് ചെയ്യാം. ഇത് ഓൾറെഡി ട്രേഡിംഗിന്റെ ഫ്രീ വേർഷൻ ആണ്. അപ്പോൾ ഇതിൽ കുറെ എറേഴ്സും കാര്യങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ട്. അതൊരു കാര്യം. എറേഴ്സ് മീൻസ് എക്സാക്ട് പ്രൈസ് ആയിരിക്കില്ല നമുക്ക് കിട്ടാം, ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെ കറക്റ്റ് നമ്മളെ നിഫ്റ്റി മൂവ് ചെയ്യണ പോലെ തന്നെ ഓപ്ഷൻസ് മൂവ് ചെയ്യണമെന്നില്ല. അവിടെ ഒരു വ്യത്യാസം ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു വ്യത്യാസം. ഏകദേശം കറക്റ്റ് ആണെങ്കിലും ഇതിന്റെ മൂവ്മെന്റ് ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്ത് അപ്പൊ തന്നെ അത് അതിന് ഓപ്പോസിറ്റ് മൂവ് ചെയ്യണം, അല്ലെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ട് മൂവ് ചെയ്യണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല. ചില സമയത്ത് പുതിയൊരു ഹൈ അടിക്കും, ചില സമയത്ത് ആ ഒരു ഹൈ ഇവിടെ ഉണ്ടാവില്ല. കണ്ടോ? ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് ആ ഒരു മൂവ്മെന്റ് ഇവിടെ നോക്കിയ ഈ ഒരു ലോ വന്ന സമയത്തുള്ള പുട്ട് ഓപ്ഷന്റെ ഹൈ ഇതാണ്. ഓക്കെ, ഞാൻ ഈ ഒരു കാര്യം ക്ലിയർ ചെയ്യാനായിട്ടാണ് പറഞ്ഞത്. ഈ ഒരു ലോ അടിച്ച സമയത്ത് പുട്ട് ഓപ്ഷൻ ഇതാണ്. വീണ്ടും നിഫ്റ്റി പുതിയൊരു ലോ അടിച്ചു, പക്ഷെ ആ സമയത്ത് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. അതിന്റെ എക്സ്പെക്ടേഷൻ ഈ ഒരു ലെവലിൽ നിന്ന് ഫോളോ ചെയ്ത് ഈ ഒരു ഹൈ എത്തണം. അപ്പൊ ആ ഒരു ഹൈ എത്തുന്ന സമയത്ത് പ്രീമിയം ഇതേപോലെ തന്നെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഹൈ എത്തേണ്ടതാണ്, ഈ ഒരു ഹൈയിലേക്ക് ഇവിടെ ടച്ച് ചെയ്യേണ്ടതാണ്. പക്ഷെ അത് ടച്ച് ചെയ്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, മൂവ്മെന്റ് വ്യത്യാസം ഉണ്ടാവും. ഓപ്ഷൻസിന്റെ ഡി കെ, അതായത് പ്രീമിയം ഡി കെ വരില്ല, തീറ്റ വരും, ഗാമ വരും, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടും എല്ലാം ടൈമും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഓപ്ഷന് മൂവ് ചെയ്യുക ഇതിനനുസരിച്ച്. ഓക്കെ, അപ്പോ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലെവലായിരുന്നു. ഈ ഒരു അനാലിസിസ്, അതായത് ഈ ഒരു ലെവലിൽ ഈ ഒരു റിജക്ഷൻ ക്യാൻഡിലും ഈ ഒരു സ്ട്രോങ് ക്യാൻഡിലും കണ്ടിട്ടാണ് ഞാൻ ട്രേഡ് എടുത്തത്. അപ്പോൾ ഞാൻ എൻ്റെ റിസ്ക് ലെവൽ ഇവിടെയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. ഇവിടെ ഞാൻ ഓൾറെഡി നമ്മൾ മാർക്കറ്റിൽ അനാലിസിസ് വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഇവിടെ ഞാൻ എക്സിറ്റ് ചെയ്യുമായിരുന്നു എപ്പോഴും. ഈ ഒരു ക്യാൻഡില് ഈ ഒരു മൂവിങ് ആവറേജിന്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഒരു എക്സിറ്റ് പ്ലാൻ ചെയ്യും. എന്ന് വെച്ചാൽ ഇതിന്റെ മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അവിടെ ഓപ്ഷൻസിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും ആ ഒരു പോയിന്റിൽ എക്സിറ്റ് ചെയ്യും. ഓക്കെ, ഞാൻ മനസ്സിലായി വിശ്വസിക്കുന്ന ആ ഒരു കൺസെപ്റ്റ്. ഓക്കെ, അതിനുശേഷം കണ്ടോ ഇവിടെ ഇതിന്റെ ലെവലിലാണ് കറക്റ്റ് ഞാൻ എക്സിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു വലിയൊരു ഫോളോ എനിക്ക് മിസ് ആവുമായിരുന്നു.
ഓക്കെ, അതിനുശേഷം ആ ഒരു ലെവല് സിമ്പിളായിട്ട് നമ്മൾ ആ ഒരു ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഒരു ലെവൽ വന്നിട്ടും എൻ്റെ ഒരു ഓപ്ഷൻസിൽ ആ ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടായില്ല, അത് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലിൽ കറക്റ്റ് വന്ന സമയത്ത് ഞാൻ എക്സിറ്റ് ആണ് പ്ലാൻ ചെയ്തത് ആ സമയത്ത്. ഓക്കെ, ഇവിടെ ടാർഗറ്റ് അടിക്കാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തില്ല. അതായത് നിങ്ങൾക്ക് പറഞ്ഞാൽ ക്ലിയർ ആയില്ലേ, ഈ ഒരു ലോ വന്നപ്പോൾ ആ ഒരു കറക്റ്റ് ലോയിൽ ഇവിടെ എത്തി. ഓക്കെ, ആസ് പെർ നിഫ്റ്റി എൻ്റെ ടാർഗറ്റ് അടിച്ചു. ബട്ട് ഇവിടെ ഒരു ടാർഗറ്റ് അടിച്ചില്ല. ഈ ഒരു ലെവലിലെത്തി. ഈ ഒരു ലെവലിലെത്തിയ സമയത്ത് ഈ ഒരു റിജക്ഷൻ ക്യാൻഡിൽ കണ്ട സമയത്ത് ഞാൻ നേരെ എക്സിറ്റ് ചെയ്തു. ഞാനൊരു 115 ലെവലിലാണ് എക്സിറ്റ് ചെയ്തത്. ഈ ഒരു ലെവൽ വന്നപ്പോൾ തന്നെ ഞാൻ എക്സിറ്റ് ചെയ്തു. റിജക്ഷൻസ്, അതായത് പുതിയ ലോ അടിച്ചിട്ടും ഇതൊരു പുതിയ ഹൈ അടിച്ചില്ല. അതിൻ്റെ അർത്ഥം അവിടെ ഒരു വീക്ക്നെസ് ആണ്. ഓക്കെ, ഇത് നല്ല രീതിയിൽ ഫോളായി വീഴുമെന്നുണ്ടെങ്കിൽ അത് സ്പോട്ടിൽ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചേനെ. അപ്പൊ ആ ഒരു ലെവലിൽ ഞാനൊരു എക്സിറ്റ്, പക്ഷേ മാർക്കറ്റ് ഓർഡറിലാണ് ഞാൻ എക്സിറ്റ് ചെയ്തത്. പക്ഷെ എനിക്ക് എക്സിറ്റ് ചെയ്ത് കിട്ടിയത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. 105.40 ഞാൻ എൻട്രി എടുത്തത്. അതിനുശേഷം അത് 113-15 റേഞ്ചിൽ ഞാൻ നേരെ എക്സിറ്റ് എടുത്തു. മാർക്കറ്റ് ഓർഡർ ആയിരുന്നു, പക്ഷെ നേരെ 113 നമുക്ക് കിട്ടിയത്. ബട്ട് ആ ഒരു ഡിസിഷൻ വളരെ നല്ല ഡിസിഷൻ ആയിരുന്നു. അതിനുശേഷം നോക്കി മാർക്കറ്റ് നേരെ താഴേക്ക് ഒരു ഫോളോ. റിസ്കി ട്രേഡ്സ് ഇവിടെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ഇല്ല. കൺഫേം ആയിട്ടുള്ളൊരു ട്രേഡോ കൺഫേം ആയിട്ടുള്ള ഒന്നും നമുക്ക് ഇവിടെ കിട്ടിയില്ല. മാർക്കറ്റ് മൊത്തത്തിൽ ഗ്യാപ് ഡൗൺ ആയിട്ട് ആ ഒരു മൂവ്മെന്റിനെ മൊത്തം ഗ്യാപ് ഡൗണിൽ അങ്ങോട്ട് മാർക്കറ്റ് തീർത്ത് വീണ്ടും അത് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് പിന്നെ ഒരു സൈഡ് വേസ് വലിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു അനാലിസിസ് ആണ് ഇന്നത്തെ ട്രേഡ് പറഞ്ഞും ഇതാണ്. ടൈം 2:15 ഇനിയുള്ള ഓപ്പർച്യൂണിറ്റീസ് എല്ലാം റിസ്കി ആയിരിക്കും. ഓൾറെഡി ടൈം ഇത്രയായി. എന്നാലും ഇവിടെ ഒരു ഇവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ബട്ട് ആ ഒരു ഓർഡർ ബ്ലോക്ക് അത്ര സ്ട്രോങ് അല്ല. പക്ഷെ ഏത് ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ അതിനുള്ള ലിക്വിഡിറ്റി ഉണ്ടോ നോക്കാം. ഇവിടെ ഒരു ലിക്വിഡിറ്റി സോൺ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ നല്ലൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. ബട്ട് നമുക്ക് എന്തായാലും നോക്കാം. ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ഇതും റിസ്കി സെറ്റപ്പാണ്. നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് അല്ല ഇന്ന്. അപ്പോൾ റിസ്കി സെറ്റപ്പ് ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും ചെറിയ ക്വാണ്ടിറ്റികളിൽ മാത്രം ട്രേഡ് എടുക്കുക ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒരിക്കലും ട്രേഡ് ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു ലെവലല്ല ഈ റിസ്കി സെറ്റപ്പ്. അത് നമ്മൾ മാർക്കറ്റ് നോക്കിയിരുന്ന് ഓപ്ഷൻസിൻ്റെ ആയാലും ഓപ്ഷൻസിൻ്റെ പ്രീമിയം ആയാലും കറണ്ട് മാർക്കറ്റിൻ്റെ കണ്ടീഷൻ ആയാലൊക്കെ നോക്കിയിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. കുറച്ച് റിസ്ക്കിയാണ്. ബട്ട് ഇവിടെ നമുക്ക് നല്ലൊരു സെറ്റപ്പ് കിട്ടുകയാണെങ്കിൽ ഒരു 1:5 ആ ഒരു 1:4.9 അതായത് 1:5 നമുക്കൊരു ട്രേഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു ഓർഡർ ബ്ലോക്ക് അത്ര സ്ട്രോങ്ങും അല്ല. ബട്ട് ഈ ഒരു റേഞ്ചിൽ നമുക്ക് ഈ ഒരു റിസ്ക് എടുത്ത് ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണെങ്കിൽ ട്രേഡ്, അതായത് ഓവറോൾ നമുക്കറിയാം ഡെയിലിയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു ബിയറിഷ്നെസ് ആണ് നമ്മൾ ഡെയിലിയിൽ കണ്ടേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സെൽ സൈഡിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്, ബൈ സൈഡ് നോക്കാത്തത്. ബൈ സൈഡിന് ഞാൻ ഓൾറെഡി ലെവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ഗ്യാപ്പ് ആണ്. ഇവരുടെ ഗ്യാപ്പ് അപ്പ് ആയിട്ട് വലിയൊരു വൈഡ് റേഞ്ച് ക്യാൻഡിൽ അല്ലാണ്ട് ഈ ഒരു ലെവലിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ലെവലിൽ ഒരു ബൈങ്ങിൻ്റെ ഒരു ലെവൽ കാണുകയാണെങ്കിൽ എന്തായാലും ബൈ സൈഡിലേക്കുള്ള ട്രേഡാണ് നമ്മൾ എടുക്കുക ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ പ്ലാൻ ചെയ്തിട്ട്. പക്ഷെ ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു ലെവൽ ബ്രേക്ക് ആയിട്ട് തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ നേരത്തെ ഒരു സെൽ ഓപ്പർച്യൂണിറ്റി എടുത്തത്. ഓക്കെ, നോക്കാം നമുക്ക്. അപ്പോൾ മാർക്കറ്റ് ഓൾറെഡി ക്ലോസ് ആവാറായി. അതുകൊണ്ട് തന്നെ ഒരു 3 മണി ഒക്കെ ആയിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ എടുക്കാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. പക്ഷേ ഈ ലിക്വിഡിറ്റി ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിതൊന്നും തന്നെ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് വരുന്നുണ്ട്. അതായത് ഇവിടെ വേറൊരു ചാൻസ്
ഇതിപ്പോൾ ഇങ്ങോട്ട് വരാണെങ്കിൽ ഓക്കെ, ഇവിടെ ഒരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ നേരെ ഈ ഒരു ലെവലിൽ എടുത്തിട്ട് വീണ്ടും നമ്മുടെ ഈ ലിക്വിഡിറ്റി സോണിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ വന്നാലും സ്റ്റോപ്പ് ലോസ് കുറച്ച് വലുതാണ്. നമ്മൾ നോക്കി കൊടുക്കുന്നത് ഇതൊക്കെ ഇൻട്രഡ്യൂ ആണ്. ഇതൊന്നും നാളേക്ക് ഉണ്ടാവില്ല. നാളെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഈ എല്ലാ ഓപ്പർച്യൂണിറ്റിയും ആ ഗ്യാപ്പ് അങ്ങ് വിഴുങ്ങും. ഓക്കെ, 1:3 ഉണ്ട്. ഈ സെറ്റപ്പ് നമുക്ക് എന്തായാലും എടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിൽ കുറച്ചുകൂടി താഴ്ത്തി വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതൊരു 1:5 സെറ്റ് ചെയ്യാം. അധികം താഴ്ത്തി ചിലപ്പോൾ ഓർഡർ കിട്ടാതെ പോകും. ഇതും ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ രണ്ട് ഓപ്പർച്യൂണിറ്റിയാണ് ഇനി നെക്സ്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾക്ക് ഞാൻ എടുത്ത എൻട്രീസും ഞാൻ ചെയ്ത ഈ ഒരു അനാലിസിസും മനസ്സിലായി വിശ്വസിക്കുന്നു. പിന്നെ മേജറായിട്ടുള്ളൊരു കാര്യം, ഇങ്ങനെയുള്ള മാർക്കറ്റിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഞാനൊരു റിസ്ക് എടുത്തിട്ടായാലും പ്രോപ്പർ വാലിഡ് റീസൺ വെച്ചിട്ടാണ് ഈ ഒരു ട്രേഡ്സുകൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഈ ഒരു ലെവലിലൊന്നും ഒന്നും കാണണ്ട. ഇവിടുന്ന് ബൈ ചെയ്യാൻ നമുക്ക് ഓക്കെ, ഇത് ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇവിടുന്ന് സെല് ചെയ്ത് ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു ട്രേഡ് ഇതുപോലത്തെ ഒരു മാർക്കറ്റിൽ ഒരിക്കലും എടുക്കരുത്. സ്റ്റിൽ ട്രെൻഡിങ് മാർക്കറ്റിൽ എടുത്താലും കുഴപ്പമില്ല. ബട്ട് ഇങ്ങനത്തെ ഒരു മാർക്കറ്റിൽ നമ്മൾ ഒരിക്കലും അതുപോലെയുള്ളൊരു പ്രഡിക്റ്റ് ചെയ്താൽ അങ്ങനെ ആയിരിക്കാം ഒരിക്കലും ട്രേഡ് എടുക്കരുത്. മാക്സിമം നമ്മൾ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക. മാർക്കറ്റ് നമുക്ക് നല്ല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് തരും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തെങ്കിലും ഉപകാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് സീരീസ് ഉണ്ടാവും ഇനി. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ എന്തായാലും കാണാം. ഇവിടെ ഓർഡർ ഒന്ന് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലെവൽസ്. ഇതിൻ്റെ ഒരു റീസൺ മനസ്സിലായി വിശ്വസിക്കുന്നു. ഓക്കെ ഗൈസ്, നൈസായിട്ട് ഇത് നമ്മളെ കറക്റ്റ് വീക്കിലി അനാലിസിസിൽ പറഞ്ഞ അതേ ലെവലിലേക്ക് തന്നെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിഫ്റ്റി. നമ്മൾ പറഞ്ഞു ഇനി വരുന്ന വീക്കിൽ തുടക്കത്തിലെ ദിവസങ്ങളിലൊക്കെ ബീറിഷ് ആവാനാണ് ചാൻസ് കൂടുതൽ. അതേപോലെ തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്തത് 113-ലാണ്. ഓക്കെ, കറന്റ് ഇപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ഒരു 12-13 പോയിന്റ് വീണ്ടും അപ്പായി. പക്ഷെ ആ ഒരു ലെവലിൽ അത് ഈ ഒരു പ്രീവിയസ് ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്തിരുന്നാൽ ഞാൻ എന്തായാലും ഈ ഒരു ലെവലിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് സ്റ്റോപ്പ് ലോസ് ഒന്ന് കയറ്റി. ഇതായിരുന്നു ആദ്യത്തെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ക്യാൻഡിലിൻ്റെലോ. അതിനുശേഷം ലേറ്റസ്റ്റ് ആയിട്ടുള്ള, അതായത് ഈ ഒരു മൂവ്മെന്റിന് ഈ പ്രീവിയസ് ഹൈനെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിരുന്നേൽ എന്തായാലും ഇവിടെ ഒരു ട്രയൽ സ്റ്റോപ്പ് ലോസ് ചെയ്ത് വെയിറ്റ് ചെയ്യായിരുന്നു. ബട്ട് റിസ്കി മാർക്കറ്റ് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ, ക്ലിയർ ഒരു വ്യൂ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ ഞാൻ എക്സിറ്റ് ചെയ്തു. പക്ഷെ നമുക്ക് ആ ഒരു ട്രേഡ്സ് അത്രയും പോയിന്റ് കവർ ചെയ്യാൻ പറ്റില്ലെങ്കിലും അവർ അനാലിസിസ് ഈസ് വർക്കിംഗ് വെരി വെരി ബെറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു ലെവൽസ്, ഒരു എൻട്രി ലെവൽ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി അപ്ഡേറ്റ് ചെയ്യാനാണ്. ഇപ്പം ഇത് നല്ലൊരു അഗ്രസീവായിട്ടുള്ളൊരു ഫോളാണ്, ബീറിഷ് മാർക്കറ്റാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ ആരും, ഇപ്പം ഞാൻ ഓൾറെഡി ബൈ ചെയ്യാന്നുള്ള ലെവലിലൂടെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞത് നോക്കിയാൽ ഇവിടുന്ന് ഒരു ഫോള് വന്ന് ഇവിടെ ഒരു ഫൈറ്റും കൂടിയും നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തായാലും ബൈ ചെയ്ത് ഇവിടെ ടാർഗറ്റ് ചെയ്യാം. പക്ഷെ ആ ഒരു ഫൈറ്റ് ഇവിടെ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രേഡ് റിസ്ക്കിയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ വീക്കിലി അനാലിസിസ് വെച്ചിട്ടുള്ള ടാർഗറ്റ്. ഈ ഒരു ലെവലിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ടുള്ളൊരു ബൈ ഇരിക്കുന്നതും. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ഞാനൊരു അപ്ഡേറ്റ്സ് ചെയ്യാനായിരുന്നു. ഓക്കെ, നമ്മൾ ട്രേഡ് എടുത്തതിൻ്റെ അത്രയും തന്നെ വീണ്ടും ഡബിൾ ഓൾറെഡി മൂവ് ചെയ്തു. ബട്ട് ആ ഒരു അനാലിസിസ് വർക്ക് ചെയ്യുമ്പോൾ നമുക്കുള്ളൊരു എന്താണ് ഒരു സന്തോഷവും, അതായത് കണ്ട മാർക്കറ്റ് ഇതേ പിന്നെ അടിച്ചടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരിക്കലും ബൈ ചെയ്യുന്നത് നല്ലൊരു തീരുമാനമല്ല. വൈ ഇറ്റ്സ് അഗ്രസീവ് ഫോൾ. ഓക്കെ, അതുപോലെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെയുള്ളൊരു ഫൈറ്റും നമ്മൾ എൻട്രിക്കുമ്പോൾ നടന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അപ്ഡേറ്റ്. 130, 131. ഗുഡ്. നമ്മൾ ഇത്രയും എടുത്തതിൻ്റെ 2 മടങ്ങ് ഇപ്പോൾ ഓൾറെഡി അപ്പായി. കണ്ട ഈ ഒരു ട്രേഡ് ഞാൻ എടുക്കണ്ടെന്ന് ലൈവായിട്ട് പറഞ്ഞതിൻ്റെ റീസൺ മനസ്സിലായില്ലേ? ഇതിന് എന്തായാലും സ്റ്റോപ്പ് ലോസ് എടുക്കേണ്ട ചാൻസ് വളരെ കൂടുതലാണ്. ഇത്രയും ഒരു അഗ്രസീവ് ഫോൾ നമ്മൾ ഒരിക്കലും ബൈ സൈഡ് പോയി ചെയ്യരുത്. എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഡൗൺ ട്രെൻഡ് ആണ് ഈ ഒരു ലെവൽ എത്തുന്നവരെ. ഓക്കെ, 133, 132.90.
നല്ലൊരു ഫോളാണ് നമുക്ക്. അതായത് എത്ര മണി വരെ, ഏകദേശം 2 മണി വരെ മാർക്കറ്റ് ന്യൂട്രലായി നിന്ന് സൈഡ് വേസ് കളിച്ചിട്ട് അതിനുശേഷം നമുക്ക് കിട്ടിയൊരു ഫോള് നോക്കി, നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു ഫോള്. പക്ഷെ ആ ഒരു ഫോള് സ്റ്റോപ്പ് ആവുന്ന ഒരു ഏരിയ നോക്കിയാണെങ്കിൽ ഈ ഒരു അനാലിസിസ് ഈ ഒരു ലെവലിനെ കുറിച്ച് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും എന്തുകൊണ്ട് ഈ ഒരു ലെവല് മെൻഷൻ ചെയ്തു. ആ ഒരു ലെവലിൽ നിന്ന് ആ ഒരു ഫോള് നോക്കിയാൽ വന്നു, ഫോൾ ഒരൊറ്റ ബുള്ളിഷ് ക്യാൻഡിൽ ഇല്ല. ആ ഫോള് കണ്ടിന്യൂസ് ആയിട്ട് എവിടെ വരെ വന്നു. നമ്മൾ വീണ്ടും ഒരു ലെവല് ഇന്നലെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ലെവലില് അത് ടച്ച് ചെയ്തു, അത് റിവേഴ്സൽ സ്റ്റാർട്ട് ചെയ്തു. അതായത് റിവേഴ്സൽ അല്ല, അത് സ്റ്റോപ്പ് ചെയ്തു. ഈ കറക്റ്റ് ഒരു സോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ബിയറിഷ് ക്യാൻഡിൽ നിന്നത് അടുത്ത നമ്മൾ മാർക്ക് ചെയ്ത സോണിലാണ്. അപ്പൊ ആ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഇതാണ് ആദ്യം കണ്ട ഒരു ഗ്രീൻ സോൺ. ഈ ഒരു സോണിന്റെ താഴെ വരാണെങ്കിൽ അത് നെക്സ്റ്റ് സ്റ്റോപ്പ് അതിന്റെ ഈ ഒരു ലെവലാണെന്ന് നമ്മൾ ഓൾറെഡി ഇന്നലെ അപ്ലോഡ് ചെയ്ത ആ ഒരു വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഒരു ലെവൽ വന്നതെന്നും എങ്ങനെയാണ് ആ ഒരു ലെവൽ നമ്മൾ ഫൈൻഡ് ചെയ്തതെന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഇന്നൊരു ബിയറിഷ് മാർക്കറ്റ് ആണ്, അത് എങ്ങനെ ആ ഒരു ബിയറിഷ് മാർക്കറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്തതെന്നും എല്ലാം മുമ്പത്തെ വീഡിയോയിലുണ്ട്. അപ്പൊ എന്തായാലും ആ ഒരു വീഡിയോ കാണാത്തവരെല്ലാവരും ആ ഒരു വീഡിയോ എന്തായാലും പോയി കാണാം. അപ്പൊ എന്തായാലും നാളെ പുതിയൊരു അനാലിസിസ് ആയിട്ട് വരാം. കീപ് സപ്പോർട്ട്.